അതായത് സാധാരണ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചു, അതിനുശേഷം പല സ്ഥാനാർത്ഥികളും കേട്ടിട്ടുള്ളത് ജ്യോത്സ്യന്മാരുടെയൊക്കെ പോകാന്നുള്ള പതിവുണ്ട്. അങ്ങനെ ഒരു പതിവുണ്ടോ? അല്ല, എൻ്റെ വൈഫ് മിക്കവാറും സമയം നോക്കി തന്നെയാണ് ഞങ്ങൾ ഈ നോമിനേഷൻ കൊടുക്കാറുള്ളത്. അവർ നോക്കാറുണ്ട്. നോക്കി ആ സമയത്ത് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള താല്പര്യമാണ്. സ്വാഭാവികമായിട്ടും സമയമൊക്കെ നോക്കി തന്നെയാണ് നോമിനേഷൻ കൊടുക്കാറുള്ളത്. ഈ നോക്കുന്ന കാര്യത്തിൽ സോഷ്യലിസം ഉണ്ട്. അതൊക്കെ മിക്കവാറും, കാരണം ഇന്ന് കാലം മാറി. കാരണം ഇതൊക്കെ ഒരു പ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും നല്ല സമയം നോക്കി കൊടുക്കുക. പലരും അത് പറയാറില്ല, അല്ല അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പതുകൊണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ എല്ലാം കൊടുത്തിട്ടുള്ളത്, മിക്കവാറും കൊടുത്തിട്ടുള്ളത് അതൊരു വലിയ സാമൂഹ്യ സമ്മർദ്ദമായി വന്നിട്ടുണ്ട്. സമയത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുഭകരമായ സമയത്തെ കൊടുക്കാവൂ എന്നുള്ളൊരു വലിയ, അപ്പോൾ അതിൻ്റെ പേരിലൊരു അപ്രിഹെൻഷൻ, അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകണ്ട എന്ന് കരുതി സ്വാഭാവികമായും ഇപ്പം മിക്കവാറും എല്ലാവരും ആ രൂപത്തിലാണ് കൊടുക്കാറുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ വലിയ സാമൂഹ്യ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന സ്ഥിതിയാണ് ഇപ്പം. ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ ചൂടാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ ഈ പുല്ലൂർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത്? കാര്യം ആദ്യഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം ഇന്നലെ ആരംഭിച്ചു. അത്യുഷ്ണമായിട്ടുള്ള, കാരണം ചൂട് ടെമ്പറേച്ചറിൻ്റെ മാത്രമല്ല, ഹ്യൂമിഡിറ്റിയും. കാരണം ഒരിക്കലും കേരളത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള തീവ്രമായ ഉഷ്ണമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല. അതിൽ തന്നെ പുനലൂര്, കുളത്തൂപ്പുഴ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ 37 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ അതിലൊരു വളരെ കൗതുകരമായിട്ടുള്ള അനുഭവം, ആവേശകരമായി പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങളും, നമ്മൾ പോയി കാണുന്ന വോട്ടർമാരും വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ 10 മടങ്ങ് ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഉഷ്ണത്തെ അതിജീവിച്ച് ആവേശം മുമ്പിൽ നിൽക്കും. ആ ആവേശത്തോടു കൂടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയും. അതായത് എനിക്കറിയാം, വേണ്ടാത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഡയറ്റോ അങ്ങനെ ആരെങ്കിലും ഡോക്ടർമാരെ കണ്ട് ഇന്ന കാര്യങ്ങൾ പാലിക്കണം അങ്ങനെയുള്ള ഒരു നിയന്ത്രണവും ഇല്ല. സത്യത്തിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം, നമ്മൾ ധാരാളം വെള്ളം കുടിക്കും. അതുപോലെ ജ്യൂസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ആളുകൾ തന്നെ തരുന്നത് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ഹാർഡ് ഫുഡ് കഴിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ് വരുന്നത്. വെള്ളമാണ് സത്യത്തിൽ പ്രധാനപ്പെട്ട ആഹാരം അല്ലെങ്കിൽ പാനീയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഫുഡ് കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകില്ല, അതിനുള്ളൊരു സന്ദർഭവും പലപ്പോഴും ഉണ്ടാകാറില്ല. എൻ്റെ ഒരു സുഹൃത്ത് സ്ഥാനാർത്ഥിയോട് സംസാരിച്ചപ്പം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വീട്ടിൽ നിന്നൊരു ഫുഡ് കൊണ്ട് കൊടുത്തു, ഒരാൾ ഫുഡ് കൊണ്ട് കൊടുത്തു, കഴിച്ചു. പക്ഷേ പിന്നെ ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ല, അങ്ങനൊരു അനുഭവമൊന്നും എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ദോഷകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊക്കെ മനഃപൂർവ്വമായി ദ്രോഹിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പം ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീവ്ര പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ്. എന്താ ഒരു ടെൻഷനോ അല്ലെങ്കിൽ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? തീവ്രമായ പ്രചരണം തന്നെയാണ് ഇപ്പോഴും. ഇപ്പം തന്നെ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ കടകമ്പോളങ്ങൾ കയറി ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രക്രിയ തുടങ്ങിയിട്ട് ഇപ്പോൾ 13 ദിവസമായി. അത് രാവിലെ 8 മണി 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ നീളാറുണ്ട്.